ഹായ്, വെൽക്കം ബാക്ക് ടു ഓൾ ന്യൂ എപ്പിസോഡ് ഓഫ് ഓൾ തിങ്സ് കൺസിഡേർഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിട്രൻ്റെ EC3X എന്ന് പറഞ്ഞ ഇലക്ട്രിക് കാറാണ്. എന്തൊക്കെയാണ് ഇവൻ്റെ സവിശേഷതകൾ, ഈ വാഹനം ആർക്ക് പറ്റിയതാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്നുള്ളത് ലാമേസൺ സിട്രനിലാണ്. എറണാകുളത്തെ സിട്രൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ്. EVMൻ്റെ തന്നെയാണ്. അവരാണ് നമുക്കിന്ന് വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും സിട്രൻ്റെ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ നിന്ന് തുടങ്ങാം. സിട്രൻ്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡബിൾ ഷെവ്രോൺ എന്ന് പറഞ്ഞ അവരുടെ ഒരു ലോഗോ നമുക്ക് കാണാം. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ട് രണ്ടായിട്ട് ഇങ്ങനെ പോയി. ഇവിടെ ഒരു DRL കാണാം, ഇങ്ങനെ ഒരു DRL കാണാം. ഒരു ഹാലജൻ ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. LED കൊടുക്കാമായിരുന്നു, കൊടുത്തിട്ടില്ല. ഒരു ബൈ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് നമുക്കിവിടെ കാണാം. പിന്നെ ഫോഗ് ലാമ്പിനൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ വേറെ 360 ക്യാമറയുടെ ആയിട്ടുള്ള ക്യാമറകളോ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വലിയൊരു എയർ ഡാം കാണാം. താഴത്തുകൊണ്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഹാപ്പനിങ് ഒന്നും ഇല്ലാത്തൊരു ഫ്രണ്ട് എൻഡാണ്. ഒരു ടിപ്പിക്കൽ ഫ്രഞ്ച് കാർ എന്നുള്ളൊരു ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഈ ലോഗോ കഴിഞ്ഞിട്ട് ഈ നിൽക്കുന്ന കട്ടിങ് നല്ല രസമുണ്ട് കാണാൻ. കൈയിടാൻ വലിയ സുഖമില്ല, എന്നാലും ഓക്കെ, ഒറ്റ കൈക്ക് തുറക്കാം, കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊന്നുമില്ല. ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കാനായിട്ട് പ്ലാസ്റ്റിക് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിൻഷീൽഡ് വൈപ്പർ ഫ്ലൂയിഡിൻ്റെ ഒരു റിസർവെയർ കാണാം, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവെയർ കാണാം. ഇവിടെ കൂളൻറ്റിൻ്റെ ടാങ്കിൻ്റെ റിസർവെയർ കാണാം, 12 വോൾട്ട് ബാറ്ററി കാണാം, ഫ്യൂസ് ബോക്സ് കാണാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ മേജറായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളോ ഒന്നും സിട്രൻ കൊടുത്തിട്ടില്ല. നമുക്കിത് ക്ലോസ് ചെയ്യാം. EC3Xൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. ഇങ്ങനെയാണ് EC3Xൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. അതായത് നെക്സോൺ EVനേക്കാളും ഒരു 10 mm അടുപ്പിച്ച് ലെങ്ത് കുറവുണ്ട്. ഓൾമോസ്റ്റ് 5 EVയുടെ സൈസിലുള്ള ഒരു വെഹിക്കിളാണ് വരുന്നത്. അത്യാവശ്യം അങ്ങനെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഡിസൈനൊന്നും അല്ല. വളരെ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും എല്ലാം പഴയ ടൈപ്പ് പുള്ളപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം. ഇവിടെ സൈഡിലായിട്ട് സിട്രൻ്റെ ഒരു ബാഡ്ജ് കാണാം. ഇവിടെ ഇലക്ട്രിക് ആണെന്ന് കാണിക്കുന്ന സിട്രൻ്റെ ലോഗോ കാണാം. അലോയ്സ് വന്നിട്ട് 195, 65, 15 ഇഞ്ച് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. എയറോസ്പെക്കായിട്ടൊന്നും തോന്നുന്നില്ല, റെഗുലർ അലോയ്സ് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, ബാക്കിൽ ഡ്രമ്മുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഡിസൈനാണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഡിസൈൻ ഫ്ലെയറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലോസ് ബ്ലാക്കിലാണ്. ഇത് ലോഡ് വെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളതല്ല, പക്ഷേ ഒരു ഡിസൈൻ എലമെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു റൂഫ് റെയിൽ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കിലേക്ക് വരാം. അതിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു പോർട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. നമുക്കിതിൻ്റെ ടെയിൽ ലാംപ്സ് ഒന്ന് നോക്കാം. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ടെയിൽ ലാംപ്സ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഹാലജൻസ് ആണ്, എല്ലാ ഹാലജനാണ്. അതായത് റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, സകല സാധനം ഹാലജനാണ്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ ഒരു തള്ളി നിൽക്കുന്നൊരു പോർഷൻ മേളിലും താഴെയും നടുക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെയും കാണാം ഡബിൾ ഷെവ്രോൺ സിട്രൻ്റെ ലോഗോ സിട്രൻ എന്ന് നീട്ടി എഴുതിയിട്ടുണ്ട്. EC3X എന്ന് ഇവിടെ വലിച്ചു വാരി എഴുതിയിട്ടുണ്ട്. എന്തുവാണോ അത് വെട്ടിക്കുത്തിയിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കിലൊരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്, വാഷർ കൊടുത്തിട്ടുണ്ട്, ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. സിട്രൻ എന്തായാലും ആ കാര്യത്തിൽ ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. നമുക്കിനി താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 പാർക്കിംഗ് സെൻസേഴ്സേ കൊടുത്തിട്ടുള്ളൂ. ഈ വെഹിക്കിളിൽ 2 സെൻസറേ ഉള്ളൂ. ബാക്കിൽ, ഫ്രണ്ടിൽ സെൻസർ ഇല്ല. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ യൂണിറ്റ് നമുക്കിവിടെ കാണാം. ഒരല്പം ചീപ്പ് ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരു 313 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് സിട്രോൻ EC3Xൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ഇപ്പുറത്ത് പറഞ്ഞല്ലോ ഈ ഒരു പോർട്ടിൻ്റെ കാര്യം, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇവിടെ ഒരു ചരടുണ്ട്, ഇത് കണ്ടോ? ഈ ചരടിൽ പിടിച്ച് ഞാൻ ഒരു വലി വലിച്ചാൽ ഈ പോർട്ട് തുറക്കും. പക്ഷേ ഇതിനകത്തൊരു തേങ്ങയില്ല. ഇത് പെട്രോൾ വണ്ടിക്ക് ഫ്യൂൽ അടിക്കുന്ന ആ ഒരു പോർഷൻ ഇതാണ്. അവർക്ക് ഈ ഒരു പാനൽ ഇലക്ട്രിക്കിന് വേണ്ടി റീഡിസൈൻ ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് അവരങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഇതിനൊരു പർപ്പസും ഇല്ല കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. അതങ്ങനെ ക്രോസ് കട്ടിങ് അറ്റ് ഇറ്റ് സ്പീക്ക്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ബൂട്ട് വരുന്നത്. ബൂട്ടിൽ നമുക്ക് 3.3 kW സ്ലോ ചാർജർ കാണാം.
പിന്നെ സ്പെയർ വീലില്ല, അതിന് പകരം പങ്ക്ചർ റിപ്പയർ കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എയർ കംപ്രസറും റിപ്പയർ കിറ്റിൻ്റെ കോമ്പൗണ്ടും ഒക്കെ നമുക്കവിടെ കാണാം. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബൂട്ടിനകത്ത് പറയാനില്ല. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡ് ഫ്രണ്ടറിലായിട്ടാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഇതാണ് ആക്ച്വലി വെഹിക്കിളിലെ ചാർജിങ് പോർട്ട്. നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയായിട്ട് ഇവിടെയായിട്ടാണ് പോർട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഒരു 10 to 80% ചാർജ് ആവാനായിട്ട് 58 മിനിറ്റ്സ് എടുക്കുന്ന ഒരു അത്ര ഫാസ്റ്റായിട്ടുള്ളൊരു ചാർജിങ് സ്പീഡല്ല. 29 kWh C3Xൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഒരു 20-25 kW ചാർജിങ് സ്പീഡ് ഈ വെഹിക്കിളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഹോമിൽ 7.2 kW ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല, ഓൺലി 3.3 kW അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 58 മിനിറ്റ് കൊണ്ട് 10 to 80% ചാർജ് ആവും. നമുക്കൊരു നോർമൽ സിറ്റി യൂസിനൊക്കെ ഈ വണ്ടി മതി, കുഴപ്പമില്ല. പക്ഷേ നമുക്കിതുകൊണ്ട് ലോങ് ഒക്കെ പോകാനുള്ളൊരു ആഗ്രഹത്തിൽ എടുക്കുന്നവർ വേറെ വാഹനം നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിനി EC3Xൻ്റെ അകത്തേക്കുള്ള ഇൻഗ്രസ് എഗ്രസ് എങ്ങനെയാണെന്ന് നോക്കാം. ഡോറ് നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഓപ്പണിങ് നല്ല വൈഡാണ്. അകത്തേക്ക് കയറാനായിട്ട് വളരെ കൂളായിട്ട് നമുക്ക് കയറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഫാബ്രിക്കും ലെതറും കൂടെ ഉള്ള ബ്ലെൻഡാണ് ഇതിൻ്റെ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഇരിക്കുന്ന പോർഷനും ചാരുന്ന പോർഷൻ്റെ പകുതി ലെതറാണ്. വെന്റിലേഷൻ ഒന്നുമില്ല സീറ്റിന്. നമ്മുടെ ഈ അപ്പർ ഹെഡ് റെസ്റ്റിൻ്റെ പോർഷൻ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സീറ്റ് ക്വാളിറ്റി അല്ല സർപ്രൈസിംഗ്ലി എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. കാരണം ഇറ്റ്സ് റിയലി ഗുഡ്. രണ്ട് സൈഡിലാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ബോൾസ്റ്റേഴ്സിൻ്റെ. ഹെഡ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു ക്ലാസ് കാറ്റഗറി വെഹിക്കിൾസിലൊന്നും ഹെഡ് റെസ്റ്റ് ഒക്കെ നോൺ എക്സിസ്റ്റൻ്റ് ആണ്. ഇത് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ഇതിപ്പം എൻ്റെ ഡ്രൈവ് പൊസിഷനായിട്ടിരിക്കുക, എനിക്ക് എത്രത്തോളം ഒരു സൈഡ് സപ്പോർട്ട്, ഒരു ഹെഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് നോക്കി. അത് മാത്രമല്ല, ഒരു പ്രോപ്പർ ഡെഡ് പെഡലായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു ഡെഡ് പെഡലിൻ്റെ പൊസിഷൻ അവിടെ ഉണ്ട്. പെഡൽസ്, സ്റ്റിയറിംഗ് വീല്, സീറ്റ് ഓൺ പോയിൻ്റ് ആണ്. അലൈൻമെൻറ്റ് പക്കയാണ്. ചെറിയ സ്റ്റിയറിംഗ് വീലാണ്, അങ്ങനെ ഒരുപാട് വലുതൊന്നുമല്ല. കൊള്ളാം കേട്ടോ. നല്ല സീറ്റിംഗ് പൊസിഷനാണ്, നല്ല കംഫർട്ടബിളാണ്, നല്ല കമാൻഡിങ് ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. മാനുവലാണ്, ഇലക്ട്രിക് ഒന്നുമല്ല. എർഗണോമിക്സിനൊരു അപ്പർ ഹാൻഡ് കൊടുത്തുകൊണ്ടുള്ള ഡിസൈൻ തന്നെയാണ് സിട്രൻ്റെ. അത് പൊതുവേ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. സിട്രൻ എപ്പോഴും പാസഞ്ചർ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വെഹിക്കിളാണ്. പാസഞ്ചർ കംഫർട്ടാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയും കറക്റ്റാണ്. ഇവരുടെ ഏറ്റവും ബഡ്ജറ്റിലുള്ളൊരു വെഹിക്കിളിന് പോലും ഇത്ര നല്ലൊരു സീറ്റ്, ഒരു പൊസിഷൻ, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ സീറ്റ്, പുറത്തേക്കുള്ള വ്യൂ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്കുള്ള ഇൻഗ്രസ് എഗ്രസ് എങ്ങനെ നോക്കാം. ഇറങ്ങാനൊന്നും കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലോ. നമുക്കിനി ബാക്ക് സീറ്റ് നോക്കാം. ഇങ്ങനെയാണ് EC3Xൻ്റെ ഒരു റിയർ ഡോറ് വരുന്നത്. എപ്പോഴും പറയുന്നത് ഇച്ചിരി വ്യത്യസ്തമായിട്ട് പറയുകയാണ്, ഈ ഡോർ അല്പം ചെറുതാണ്. ഈ ഒരു സൈസേ ഉള്ളൂ ഈ ഡോറിന്. എൻട്രി ഒരുപാട് വൈഡല്ല, പക്ഷെ നമുക്ക് കയറാൻ ഇറങ്ങാനുള്ള സ്ഥലത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അകത്തേക്ക് കയറാൻ ഇറങ്ങാൻ കുഴപ്പങ്ങളൊന്നുമില്ല. തല തട്ടുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല. അണ്ടർ തൈ സപ്പോർട്ട് മോശമാണ്, തീരെ പോരാ. എൻ്റെ ഒരു ഹൈറ്റിൽ ഒട്ടും പോരാ. ലെഗ് സ്പേസ് കുഴപ്പമില്ല, ഫുട്ട് റൂമും കുഴപ്പമില്ല. റിക്ലൈനിങ് ആംഗിളും ഡൂവബിൾ ആണ്, പക്ഷെ ഒരുപാട് ദൂരം നമുക്ക് ഈ ഒരു വടി വിഴിഞ്ഞ പോലെ ഇരുന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹെഡ് റെസ്റ്റ് വീക്കാണ്, സപ്പോർട്ടൊന്നും തരുന്നില്ല. സ്പേസ് ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ ആസ്പെക്ട്സിൽ കുറച്ച് കോംപ്രമൈസ്ഡ് ആണ് C3Xൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ക്ലാസ് ഓഫ് വെഹിക്കിൾസിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിയർ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. ഇപ്പം ഇതിനേക്കാൾ ഫാർ ബെറ്റർ എനിക്കിപ്പം ഞാൻ കമ്പയർ ചെയ്യല്ല, എന്നാലും സ്റ്റിൽ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഞാൻ പഞ്ചിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മഹീന്ദ്രയുടെ 3X EV ആയിരിക്കും. ദാറ്റ് തിങ് ഈസ് സോ ഗുഡ്. അത് EC3X മോശമാണെന്നല്ല പറഞ്ഞത്. ഫോർ ദ സെയിം പ്രൈസ് യു ആർ ഗെറ്റിംഗ് സോ മച്ച് മോർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്കിനി ബാക്കി ഇവൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. നമുക്ക് EC3Xൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം. അതിനു മുമ്പ് നമുക്ക് ഇവൻ്റെ ഡോർ പാഡ് നോക്കാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ലാച്ച് ആണെങ്കിലും അങ്ങനെ പറയത്തക്ക വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് ഫീലാണ്. പക്ഷെ നമ്മൾ കൈ വെക്കുന്ന പോർഷൻ ഒരു
മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ചാണ്, നല്ല സുഖമുണ്ട്. ഇതിൻ്റെ വിൻഡോ സ്വിച്ചുകൾ എല്ലാ വിൻഡോയും 1 ടച്ച് ഡൗൺ ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1 ടച്ച് അപ്പ് ഇല്ല. അത് ജസ്റ്റ് പോയതിന് ശേഷം നമ്മൾ തന്നെ പൊക്കി വെക്കണം. പിന്നെന്താ, അതിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഹാപ്പി ആയിട്ട് വെക്കാം. പിന്നെ അത്യാവശ്യം ക്ലീനിങ് ക്ലോത്ത് അങ്ങനത്തെ സപ്ലൈസ് ഒക്കെ വെക്കാം. വേറെ അതിൽ കൂടുതലൊന്നും അവിടെ എക്സ്പെക്റ്റ് ചെയ്യണ്ട. ഇങ്ങനെയാണ് EC3Xൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഒരു ടോപ്പ് 3 ക്വാർട്ടേഴ്സ് ഒരു ജീൻസ് കളർ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ, ഇരിക്കാനും നല്ല സുഖമുണ്ട്. താഴത്തേക്ക് മുഴുവൻ ഒരു ബേജ് കളർ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സീറ്റാണ്, വെന്റിലേഷൻ ഫംഗ്ഷൻ ഇല്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റല്ല, എല്ലാം ബേസിക് മാനുവൽ സീറ്റ്സ് ആണ്. പക്ഷെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സൈഡ് ബോൾസ്റ്റേഴ്സ് ആണ്. ബോട്ടം ബോൾസ്റ്റേഴ്സ് ആണെങ്കിൽ നല്ല സപ്പോർട്ടീവാണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബേസിക്കാണ്. അതാണ് EC3Xൻ്റെ റെക്കറിങ് തീം തന്നെ അതാണ്. ഞാനിത് എടുത്തെടുത്ത് ഈ ബേസിക്കാന്ന് പറയുന്നത് കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വലി വെഹിക്കിൾ ഭയങ്കര ബേസിക്കാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് 15 ലക്ഷം രൂപ അടുത്ത് വിലയുള്ള വണ്ടിയാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പോലും ഇല്ല. ഇപ്പോഴും കീ ഇട്ട് തന്നെയാണ് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇങ്ങനെ തിരിച്ച് പിടിക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. അവിടെ നിൽക്കട്ടെ, ഇവിടെ ഒരു 3 ഡമ്മി ബട്ടണുണ്ട്. ഇത് നമ്മുടെ വിൻഡോസിൻ്റെ ചൈൽഡ് ലോക്കാണ്, മിറർ കൺട്രോൾസ് ആണ്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണാണ്. ഇത് ഫ്രണ്ടിലെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ. ഇത് ആ സൈഡിലെ ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യുന്ന ലിവർ. പിന്നെ AC വെൻസൊക്കെ നല്ല രസമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് എടുത്തു പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഒരു അല്പം ഫ്ലിംസിയാണ്, പക്ഷെ നല്ല ഡിസൈനിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇൻറ്റീരിയർ തീമാണെങ്കിലും കളർ തീമാണെങ്കിലും ഈ ഒരു ബ്ലൂ, ഈ സീറ്റിൽ കണ്ട പോലത്തെ ഒരു ബ്ലൂ തന്നെ ഇവിടെയും പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇരുന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഇങ്ങനെയാണ് EC3Xൻ്റെ ഒരു ക്യാബിൻ വരുന്നത്. വളരെ നല്ലൊരു ലേ ഔട്ടാണ്. ആക്ച്വലി സ്പീക്കിംഗ് നല്ല ലേ ഔട്ടാണ്. ഇത് ഇവർക്ക് കുറച്ചുകൂടെ അപ്പ് മാർക്കറ്റായിട്ട് ഇറക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യാം. ഇപ്പം സ്റ്റിയറിംഗ് വീല് വളരെ ചെറുതാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഭയങ്കര വലിയ സ്റ്റിയറിംഗ് വീലായിരിക്കും, കുറേ തിക്കായിരിക്കും. ഇത് ചെറിയ സ്റ്റിയറിംഗ് വീലാണ്, എന്നാൽ തിക്നെസ്സിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗിൽ തന്നെ മെനു എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മുടെ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. അതിൽ ഓക്കെ സെലക്ഷൻ പോകുന്ന, അതിൽ ബാക്ക് പോകുന്ന, ഇതിലെ മെനൂസ് ടോഗിൾ ചെയ്ത് മാറ്റാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ സോഴ്സ്, അതായത് FM, ബ്ലൂടൂത്ത്, ഓക്സ് അങ്ങനെ മാറ്റുന്നത്. ഇത് വോയിസ് കമാൻഡ്സിൻ്റെ ബട്ടൺ, കോൾ ആൻസർ, കോൾ ഡിക്ലൈൻ, വോളിയം അപ്പ് ഡൗൺ. അത്രേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള സ്വിച്ചുകളേ ഉള്ളൂ. പിന്നെ റൈറ്റ് സൈഡിൽ സ്റ്റിയറിംഗ് കോളത്തിലായിട്ട് ഇൻഡിക്കേറ്റർ സ്റ്റോക്ക്, ഹെഡ് ലാമ്പിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പർ സ്റ്റോക്സ്, വൈപ്പറിൻ്റെ സ്പ്രേ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇതിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സിൻ്റെ ഓപ്ഷനോ ഓട്ടോമാറ്റിക് വൈപ്പറിൻ്റെ ഓപ്ഷനോ അങ്ങനെ ഒന്നും ഒരു തരത്തിലുള്ള സ്മാർട്ട് ഫീച്ചേഴ്സും കൊടുത്തിട്ടില്ല. ഹോണാണെങ്കിലും വളരെ ആവറേജ്. ഇപ്പോൾ ഷോറൂമിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. അയ്യോ എനിക്ക് വയ്യേ എന്നുള്ള രീതിയിലുള്ളൊരു ഹോണാണ്. നമ്മൾ EC3Xൻ്റെ സ്റ്റിയറിംഗ് വീല് കണ്ടു, അതിലെ സ്വിച്ചസ് കണ്ടു, സ്റ്റോക്കുകൾ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ MIDയിലേക്ക് പോകാം. ഒരു LCD MID തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബേസിക്കാണ്, വലിയ അങ്ങനെ ഒരുപാട് പറയത്തക്ക ഫീച്ചേഴ്സൊന്നുമില്ല. പക്ഷെ നല്ല ലെജിബിളാണ്. ഈ സൈഡിൽ നമുക്ക് ബാറ്ററിയുടെ ഒരു ബാറ് കാണാം, ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണാം, അതിൽ എത്ര കിലോമീറ്ററിന് ഓടുമെന്ന് കാണാം, ഇവിടെ സ്പീഡോമീറ്റർ കാണാം, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. നമുക്കിതിൽ പവർ മോഡ് മാറ്റാനായിട്ടുള്ള ബട്ടണൊന്നും ഇല്ല. നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് ഇക്കോ എന്നുള്ളത് പവറായിട്ട് മാറും ഓട്ടോമാറ്റിക്കായിട്ട്. വെഹിക്കിളിൻ്റെ ഓഡോമീറ്റർ ഇവിടെ കാണാം. ഈ സൈഡിൽ ടെമ്പറേച്ചർ ഗേജും കാണാം. പിന്നെ 2 സൈഡിലായിട്ട് നമ്മുടെ ടെൽ ലാംപ്സ്, വാർണിംഗ് ലാംപ്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കും. വളരെ ബേസിക്കാണ്. സ്റ്റിയറിംഗിൽ ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് ഇതിൽ നമുക്ക് ഓരോ മെനൂസ് ഇങ്ങനെ ടോഗിൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ട്രിപ്പ് A ആണ്, അതിൽ ആവറേജ് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ട്രിപ്പ് B ആണ്. ഇതൊരു ഗ്രാഫിക്കാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്ക് കറണ്ട് പോകുന്നതായിട്ട് കാണിക്കും. ആക്സിലേറ്റർ നിന്ന് കാർ എടുക്കുമ്പോൾ മോട്ടറിൽ നിന്ന് റീജനറേറ്റ് ചെയ്ത് ബാറ്ററിയിലേക്ക് ചാർജ് പോകുന്നതായിട്ട് കാണിക്കും. അത്രേ ഉള്ളൂ. ഇതൊരു എന്താണ് ഈ പ്ലെയിൻ മോഡൊക്കെ വിളിക്കില്ലേ, അതായത് ഈ നോ ഡിസ്ട്രാക്ഷൻസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അത്ര ദാറ്റ്സ് ഓൾ. പിന്നെ ഇവൻ്റെ MID എന്ന് പറയുന്നത്, അതും ഈ പറഞ്ഞ പോലെ വലിയ സ്ക്രീനുണ്ട്, കാണാനൊരു നല്ല രസമുള്ള കളർ തീം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വൗ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് കാർപ്ലേ ഉണ്ട്. പിന്നെ ഇതിലൊരു 6 സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ് സ്റ്റാൻഡേർഡായിട്ട് സിട്രൺ കൊടുക്കുന്നത്. അത് സിട്രൻ്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള 6 സ്പീക്കറാണ്. വളരെ ആവറേജ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പിന്നെ ഒരു ഓപ്ഷണൽ എക്സ്ട്രാ ആയിട്ട് JBL 6 സ്പീക്കർ സൗണ്ട് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ പാട്ടൊന്നുമില്ല, FM ഒന്ന് കേട്ട് നോക്കാം.
घर बसा है हर धड़कन में. കുഴപ്പമില്ല, ഒരുപാട് ബേസ് ഇല്ല, ഒരുപാട് റിച്ച് ആയിട്ടുള്ള സൗണ്ട് അല്ല, ഗെറ്റ്സ് ദ ജോബ് ഡൺ. അല്ലാതെ നമുക്ക് അങ്ങനെ ഭയങ്കരം എന്നൊന്നും പറയാനുള്ള ഒന്നുമില്ല, സാധാരണ ഒരു സിസ്റ്റം, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വെഹിക്കിളിനകത്ത് JBLൻ്റെ ഓപ്ഷണൽ സൗണ്ട് സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും വളരെ ബേസിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നോ ഒഫൻസ്. പക്ഷേ വളരെ ബേസിക് ആയിട്ട് സൗണ്ട് സിസ്റ്റമാണ്. നമുക്കങ്ങനെ ഗംഭീരം എന്ന് പറയാനൊന്നുമില്ല, കാര്യം നടക്കും. അതിനപ്പുറത്തേക്ക് ഇടിയും പൊളിയും ബഹളമൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് കണ്ടു. അതിന് താഴെ നമുക്ക് AC വെൻസിൻ്റെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു AC വെൻസാണ് കൊടുത്തിരിക്കുന്നത്. ഒരല്പം ഫ്ലിംസിയാണ്, പ്ലാസ്റ്റിക്കിയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പ്ലേസ്മെൻറ്റും കറക്റ്റാണ്, അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് തന്നെ കൂളിംഗ് അടിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC അങ്ങനത്തെ ഓട്ടോമാറ്റിക് പരിപാടികളൊന്നുമില്ല, എല്ലാം ബേസിക്കാണ്. തണുപ്പിന് ഇങ്ങോട്ട്, ചൂടിന് ഇങ്ങോട്ട്, പഴയ പരിപാടി. ഫാൻ സ്പീഡ് ഇവിടെയാണ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇവിടെയായിട്ടാണ് നമുക്ക് എയർ ഇതിലൂടെ അടിക്കേണ്ടതെന്നുള്ളത്, നമ്മുടെ ഫേസിലേക്ക് കാലിലേക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര ഓൾഡ് സ്കൂളായിട്ടുള്ള വെഹിക്കിളാണ് കേട്ടോ ഇത്. കാരണം റീസർക്കുലേഷൻ, ഇൻസൈഡ് എയർ മാറ്റുന്നത് നമ്മൾ സാധാരണ എല്ലാം ബട്ടൺസിലാണ് കാണാറ്. ഇത് പഴയ വണ്ടികളിലെ പോലെ ഒരു നോബ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് മാറ്റണം. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പീക്കാണ് ഈ വണ്ടി. പിന്നെ ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ കാണാം. ഒരു USB പോർട്ട്, അതും A ടൈപ്പാണ്, C കൊടുത്തിട്ടില്ല. ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഇവിടെ കാണാം. ഇവിടെ ഒരു ഫോൺ ഹോൾഡർ പോലൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ടൊരു ഓപ്ഷണൽ വയർലെസ് ചാർജിങ്ങിൻ്റെ പ്രൊവിഷനുണ്ട്. അതിപ്പോൾ ഈ വണ്ടിയിൽ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിതിനകത്ത് വയർലെസ് ചാർജറുണ്ട്. അതിൻ്റെ ബാക്കിൽ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലൊക്കെ അതിനകത്ത് ഈസി ആയിട്ട് ഫിറ്റ് ആവും. പിന്നെ അതിൻ്റെയും ബാക്കിലായിട്ട് നമുക്കൊരു ഇലക്ട്രോണിക് ഷിഫ്റ്ററാണ് EC3Xൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ ഈക്കോ. നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്ത ശേഷം ഈ ലിവർ ഒന്ന് പിന്നിലേക്ക് വലിച്ചാൽ ഇപ്പോൾ ഡ്രൈവിലേക്ക് വീണു, ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് ടാപ്പ് ചെയ്താൽ ന്യൂട്രലിലേക്ക് വീഴും, ഒന്നുകൂടെ മുന്നിലേക്ക് ആയി കഴിഞ്ഞാൽ റിവേഴ്സിലേക്ക് വീഴും. ഇങ്ങനെയാണ് റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്വാളിറ്റി വരുന്നത്. ആവറേജ് ആണ്, അങ്ങനെ ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല. നമുക്ക് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പറ്റും. 360 ഡിഗ്രി ക്യാമറ ഇല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ തിരിച്ച് ന്യൂട്രലിലേക്ക് ആക്കുക. ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ഇതിനൊരു പാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, കാരണം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് മാനുവലാണ്. അതുകൊണ്ട് തന്നെ EC3Xന് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഇല്ല, ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കും ഇല്ല. നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷം സാധാരണ മിക്കവാറും എല്ലാ ഇലക്ട്രിക് വണ്ടികൾക്കും ഒരു ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ടാവാറുണ്ട്. EC3Xന് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ന്യൂട്രലാക്കുക, വിടുക. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടോ ഡിമ്മിങ് ഇൻസൈഡ് റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിലവർ കോസ്റ്റ് കട്ടിയിട്ടില്ല, താങ്ക് യു. പിന്നെ മേളിലായിട്ടൊരു LED ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് മൈക്രോഫോണിൻ്റെ പ്ലേസ്മെൻറ്റ് കാണാം കോളിന് വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈവർ സൈഡിലെ വൈസറിൽ മിററും ഇല്ല, ലൈറ്റും ഇല്ല. പാസഞ്ചർ സൈഡ് വൈസറിൽ ഒരു മിറർ മാത്രം കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഇല്ല. എല്ലാ സീറ്റിലും ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഡാംഡും ആണ്. ഇവിടെയാണ് EC3Xൻ്റെ ഗ്ലൗ ബോക്സ് വരുന്നത്. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതൊരു കൂളിംഗ് ഫംഗ്ഷനും ഇല്ല, അതിലൊരു ലൈറ്റും ഇല്ല, ജസ്റ്റ് ഒരു ഗ്ലൗ ബോക്സ് വെക്കാനായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ളത്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ, പക്ഷേ ഓപ്പണിങ് ചെറുതാണ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ലൈറ്റെങ്കിലും വേറെ മിനിമം കൊടുക്കാമായിരുന്നു എന്നൊരു സജഷൻ എനിക്കുണ്ട്. സീറ്റിൻ്റെ കംഫർട്ട്, വണ്ടി ഓടിക്കാനുള്ള കംഫർട്ട്, പുറത്തേക്കുള്ള വിസിബിലിറ്റി, ഈ സാധനത്തിന് വേണ്ടി മാത്രം EC3X വാങ്ങാം, ഫൈൻ. പക്ഷെ 15 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ആം വെരി സോറി, 15 ലക്ഷം രൂപയ്ക്കുള്ള വാഹനം ഇല്ല. ഇതൊരു 10 ലക്ഷം രൂപയ്ക്ക് കൊടുത്താൽ പോലും ഇപ്പോൾ പഞ്ച് എന്ന് പറഞ്ഞൊരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റാണ്. ഇത് ഞാൻ അകത്തിരുന്ന് പറഞ്ഞത്, പുറത്തിരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഷോറൂമിലുള്ളവർ വന്ന് തന്നെ അടിച്ച ചെമ്പു. ഇവിടെ വന്നു വെച്ചാൽ നമ്മുടെ വണ്ടിയെക്കുറിച്ച് മോശം പറയുന്നില്ല എന്ന് പറയും. പക്ഷേ ആക്ച്വലി സിട്രോൻ നല്ല വണ്ടിയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സിമിലർ പ്രൈസിംഗ് ആണ് മഹീന്ദ്ര 3XO EV. ഞാൻ ഈ റീസെൻ്റായിട്ട് ഡ്രൈവ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. 3XO EVക്കകത്ത് വരുന്നത് 39 kWh ബാറ്ററിയാണ്. ഇതിനൊക്കെ 10 kWh കൂടുതലുണ്ട്. ചാർജിങ് സ്പീഡ് ബെറ്ററാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റീസ് മൈൽസ് അഹെഡ്.
അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല. അതിനകത്ത് എല്ലായിടത്തും സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഫോർടൈൻമെൻ്റ് ആണെങ്കിലും ബാക്കിയുള്ള കൺട്രോൾസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അത് 360 ക്യാമറയുണ്ട്. 150 BHP 310 Nm ടോർക്ക്, എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. ഇത് വന്നിട്ട് ഏതാണ്ട് 57 BHP 114 Nm ടോർക്കൊന്നും വളരെ ഇക്കണോമിക് ആയിട്ടുള്ള നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ദിസ് മേക്സ് ഓൾ ദ സെൻസ് ഇൻ ദ വേൾഡ്. പക്ഷേ ഇത് 15 ലക്ഷം രൂപയ്ക്ക് പ്രൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കളി മൊത്തത്തിൽ മാറും. ഒരു 360 ഡിഗ്രി ക്യാമറ ഇല്ല, ബാക്കിൽ AC വെൻസ് ഇല്ല, പിന്നെ അഡാസിൻ്റെ ആയിട്ടുള്ള ഒന്നുമില്ല, പവറില്ല, റേഞ്ച് കുറവാണ്, ബാറ്ററി പാക്ക് ചെറുതാണ്, ചാർജിങ് സ്പീഡ് വളരെ കുറവാണ്, കോംപ്രമൈസ്ഡ് ആണ്, കുറേ ആസ്പെക്ട്സിൽ കോംപ്രമൈസ്ഡ് ആണ്. 15 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യില്ല. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. ഇങ്ങനെയാണ് EC3Xൻ്റെ ബാക്ക് ഡോർ വരുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഇവിടെ ലെതററ്റ് ഫിനിഷ് ഒന്നും ഇല്ല, ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫുൾ ചീപ്പ് ഔട്ട് ചെയ്തിരിക്കുക. ഒരു സിംഗിൾ ബോട്ടിൽ വെക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഈ ഡോറിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്നൊരു ഏകദേശം ഐഡിയ തരാൻ വേണ്ടി എൻ്റെ കൈ ഞാൻ വെച്ച് കാണിച്ചു തരാം. വളരെ ചെറിയൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടോ. എനിക്ക് ഇവരുടെ ഈ കളർ തീം ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് ആക്ച്വലി. അകത്ത് കയറി ഇരുന്നിട്ട് ബാക്കി കഥകൾ പറയാം. EC3Xൻ്റെ ബാക്കിൽ എപ്പിയിരിക്കുന്നത് സ്പേസ് പ്ലെൻറ്റിയാണ് കേട്ടോ, പ്ലെൻറ്റി സ്പേസ് ആണ്. ലെഗ് റൂം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ലെഗ് റൂം ആഡിക്വേറ്റ് ആയിട്ട് എനിക്കുണ്ട്, ഫുഡ് റൂമും ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് മോശമാണ്, വളരെ കുറവാണ്. പിന്നെ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇത് ബേസിക്കലി നെക്ക് റെസ്റ്റ് ആണ്. ഹെഡിനോട്ട് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഹെഡിലേക്ക് വരുന്നില്ല. അതുപോലെ ഫിക്സ്ഡ് ആണ്, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ക്ലോസ്ട്രോഫോബിയ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അകത്തിരിക്കുമ്പോൾ ഒരു ഇങ്ങനെ അയ്യോ എന്തോ അടച്ചുപൂട്ടിയിരിക്കുന്നതിനകത്തിരിക്കുന്ന ഒരു സെൻസേഷൻ അങ്ങനെയൊന്നുമില്ല. ആ വകുപ്പിലൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ ഇതില്ല, എന്താണ് മാഗസിൻ ഹോൾഡേഴ്സ് ഇല്ല. പാസഞ്ചർ സീറ്റിൻ്റെ ബാക്കിൽ മാഗസിൻ ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സിംഗിൾ കപ്പ് ഹോൾഡർ പോലത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 2 USB Type-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സെൻട്രൽ ആംറസ്റ്റ് ഇല്ല, ഞാനത് ഫ്രണ്ട് ഇരുന്നപ്പോൾ പറയാൻ മറന്നുപോയി. ഡ്രൈവർക്ക് ഒരു സെൻട്രൽ ആംറസ്റ്റ് പോലും കൊടുത്തിട്ടില്ല പ്രോപ്പറായിട്ട്. ഇതിപ്പോൾ നമ്മളിനി ഓപ്ഷണലായിട്ട് ആഫ്റ്റർ മാർക്കറ്റ് വല്ലതൊക്കെ എടുത്ത് വാങ്ങിച്ച് വെക്കേണ്ടി വരും. കുറേ കാര്യത്തിൽ ചീപ്പ് ഔട്ട് ചെയ്യുന്നിട്ടുണ്ട്, എനിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല ഇപ്പോഴും. പിന്നെ സെൻട്രൽ പാസഞ്ചർക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. ഇവിടെ ഒരു ആംറസ്റ്റ് സാധാരണ വണ്ടികളിൽ കൊടുക്കാറുണ്ട്, അതും ഇല്ല. പക്ഷെ ഒരു 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊരു പാർസൽ ട്രേയും ഉണ്ട്. അത്രയേ ഉള്ളൂ. ഒരു ബേസിക് വെഹിക്കിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 ലക്ഷം രൂപ റേഞ്ചിൽ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് മോഡൽ ഓൺ റോഡാണ് ഞാൻ പറഞ്ഞത്, കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. അതായത് ഒരു സിറ്റി കാറായിട്ട് കൊണ്ടു നടക്കാൻ കൊള്ളാം. അല്ലാതെ ഇതെടുത്തിട്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇനി നമുക്ക് സിട്രൻ്റെ കുറച്ച് തമാശകൾ പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നത് EC3X എന്ന് പറഞ്ഞ സിട്രൻ്റെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇതിനു മുമ്പ് EC3 എന്ന് പറഞ്ഞൊരു മോഡൽ കൂടെ ഉണ്ടായിരുന്നു അവർക്ക്. ഈ 2 വെഹിക്കിൾസും DC ഫാസ്റ്റ് ചാർജിങ് കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിൾസാണ്. 10 to 80% ഇൻ 58 മിനിറ്റ്സ് ആണ് പറയുന്നത്. അപ്പം 29 kWh വരുന്ന ബാറ്ററി 10 തൊട്ട് 80% വരെ ചാർജ് ചെയ്യാനായിട്ട് 58 മിനിറ്റിൽ 1 മണിക്കൂർ തന്നെ കൂട്ടിക്കും. അപ്പോൾ ഒരു 25 kW സ്പീഡിന് മുകളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എങ്ങനെ കണക്ക് കൂട്ടിയാലും. ഞാൻ പല ചാർജിങ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും ഇതിൻ്റെ പഴയ മോഡൽ EC3 എന്ന് പറഞ്ഞ മോഡൽ അവിടെ ചാർജിങ്ങിന് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 14 തൊട്ട് 16 kW വരെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് സ്പീഡ് ഞാൻ കണ്ടിട്ടുള്ളത്. 2 ബാറ്ററിക്ക് ലിക്വിഡ് കൂളിംഗ് ഇല്ല. അതെന്ത് വിയർഡായിട്ടുള്ള ഡിസിഷനാണെന്ന് എനിക്കറിയില്ല. പാസീവ് എയർ കൂളിംഗ് മാത്രം, അതായത് വണ്ടി ഓടുമ്പോഴത്തേക്കുള്ള കാറ്റ് കൊണ്ട് തണുക്കുന്നെങ്കിൽ തണുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ കൂളൻ്റ് ബാറ്ററിയുടെ ഉള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് AC-യുടെ റെഫ്രിജറൻ്റ് അതിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് തണുപ്പിക്കുന്ന പരിപാടികളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. തെറ്റാണെങ്കിൽ തിരുത്തുക പ്ലീസ്. പിന്നെ വാറണ്ടിയുടെ കാര്യങ്ങൾ പറയാം. വാറണ്ടി എന്ന് പറഞ്ഞാൽ 7 years 1,50,000 കിലോമീറ്റേഴ്സാണ് ബാറ്ററിക്ക് വാറണ്ടി വരുന്നത്. 5 years 1,00,000 കിലോമീറ്റേഴ്സാണ് മോട്ടറിന് വാറണ്ടി വരുന്നത്. 3 years 1,00,000 കിലോമീറ്ററാണ് വെഹിക്കിൾ ആസ് എ ഹോൾ വാറണ്ടി വരുന്നത്. വാറണ്ടി കുഴപ്പമില്ല, പക്ഷേ ഇത്രയും കോംപ്രമൈസ് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ
വാറണ്ടിയിൽ ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടെയെങ്കിലും പിന്നെ ഇതിലേക്ക് നോക്കിയേനെ. എക്സാക്ട്ലി വൈ C3യുടെ സെയില് കുറഞ്ഞു നിൽക്കാനും ബാക്കി കോമ്പറ്റീറ്റേഴ്സിൻ്റെ സെയിൽ കൂടാനുള്ള കാരണം ഇത് തന്നെയാണ്. 15 ലക്ഷം രൂപയ്ക്ക് ഇത് പ്രൈസ് ചെയ്യുമ്പം സിട്രൺ മനസ്സിലാക്കേണ്ടത് മറ്റ് ബ്രാൻഡുകൾ ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള, ഇതിനേക്കാൾ കൂടുതൽ ടെക്കുള്ള, റേഞ്ചുള്ള, ചാർജിങ് സ്പീഡ് ബെറ്റർ ആയിട്ടുള്ള, സ്പേസ് ഉള്ള ഒരുപാട് വെഹിക്കിൾസ് ഇപ്പോൾ മാനുഫാക്ചറേഴ്സ് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിടുന്ന ഒരു സാഹചര്യത്തിൽ ഈ 15 ലക്ഷം രൂപയ്ക്ക് നമ്മളിത് പ്ലേസ് ചെയ്താൽ സെയിൽ സ്വാഭാവികമായിട്ട് അഫക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെയാണ് പഴയ EC3യും ഒരു സെയിൽസിൽ അത്ര അങ്ങോട്ട് ശോഭിക്കാഞ്ഞത്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷം രൂപയ്ക്ക് ഇട്ടിട്ട് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ 15 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി അതിന് മേലൊരു JBLന്റെ നല്ല കൊള്ളാവുന്ന സൗണ്ട് സിസ്റ്റം നമുക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് വേറെ കൊടുക്കണം. അതൊരു സെൻസിബിൾ ആയിട്ടൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. EC3യുടെ ഡ്രൈവ് ഒന്ന് പോയിട്ട് വരാം. കീ ഇട്ടിട്ടുണ്ട്, പോയിട്ട് വരാം. ഓടിക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറയാം. യെസ്, അപ്പോൾ നമ്മൾ സിട്രൺ EC3X ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കയറിയ ആദ്യത്തെ ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി നല്ല സുഖമാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ എക്സ്പാൻഷൻ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഒരു ഡിപ്പുണ്ട്. അപ്പം ഞാൻ ഈ വന്ന റൂട്ടിൽ അറിഞ്ഞില്ല. നല്ല നല്ല കുഷ്യൻ പോലത്തെ റൈഡ്. 29 kWh സംതിങ് ആണ് ബാറ്ററി വരുന്നത്. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടൊരു 250 കിലോമീറ്റേഴ്സൊക്കെ മാക്സിമം റേഞ്ച് കിട്ടാനുള്ള ആ സ്കോപ്പേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. വണ്ടി കൊള്ളാം, സ്പേഷ്യസ് ആണ്. ഡ്രൈവിംഗ് ആണെങ്കിലും സീറ്റിംഗ് പോസ്ചർ ആണെങ്കിലും സ്റ്റിയറിംഗ് സീറ്റ് പെഡൽസിൻ്റെ അലൈൻമെൻ്റ് ആണെങ്കിലും കറക്റ്റാണ്. എൻ്റെ ശബ്ദം മൈൻഡ് ചെയ്യേണ്ട, ഒരു A ക്ലാസ് പനി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ശബ്ദം ഇതുവരെ റിക്കവർ ആയിട്ടില്ല. നമുക്കിപ്പോൾ ഒരു U-ടേൺ വരുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. EC3X അത്ര തീരെ ചെറിയ വണ്ടിയൊന്നുമല്ല. പറയുമ്പോൾ ഒരു പഞ്ച് ഇല്ലെങ്കിൽ ഒരു ടെക്നിക്കലി ഒരു പഞ്ചിനേക്കാളും ഒരു അല്പം കൂടെ വലിപ്പം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഓൺ പേപ്പർ. അത്യാവശ്യം ടേണിംഗ് റേഡിയസ് കൊള്ളാം കേട്ടോ. അത്യാവശ്യം അങ്ങനെ തീരെ മോശമുള്ളൊരു ടേണിംഗ് റേഡിയസ് ഒന്നും അല്ല. ഓൺ പേപ്പർ ഫിഗർ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും മോശമില്ലാത്തൊരു ടേണിംഗ് റേഡിയസ് തന്നെയാണ് ഉള്ളത്. പെർഫോമൻസ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തിരിക്കുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാനായിട്ട് ഇതിപ്പോൾ ഒരു പാലത്തിലാണ്, നമ്മുടെ ക്രൗൺ പ്ലാസയുടെ മുമ്പിലുള്ള പാലത്തിലാണ്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ എക്സിറ്റിൽ എന്തുമാത്രം ഒരു ജമ്പ് ഉണ്ടെന്ന് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ ആ ജമ്പിൽ കൂടെയാണ് കയറി പോയത്, അറിയത്ത് പോലുമില്ല. ഇതിപ്പോൾ ഈ പാലത്തിലേക്ക് ഞാൻ ഓടിച്ച് കയറ്റുമ്പോൾ ഗിംബൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെഹിക്കിൾ സസ്പെൻഷൻ സ്റ്റിഫ് ആണെങ്കിൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ നോക്കൂ, ഞാൻ അത്യാവശ്യം സ്പീഡ് കുറച്ചതുപോലും ഇല്ല. ജസ്റ്റ് ഇതിൻ്റെ ആക്സിലറേഷൻ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒന്ന് ഫുൾ ഫ്ലോർ ചെയ്യാൻ പോവാണ്. ആഡിക്വറ്റ് ആണ്, അല്ലാതെ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ആക്സിലറേഷൻ കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു കുഴിയിൽ വീണ്ടെന്ന് നമുക്കൊരു കൂസലുമില്ല, അത് അങ്ങ് എടുത്തുകൊണ്ട് പോകാം. വണ്ടി നല്ല പ്ലഷ് ആയിട്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു, എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. സിട്രൻ്റെ വെഹിക്കിൾസ് ഒന്നും നമ്മളെ അധികം ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ സിട്രൻ്റെ വെഹിക്കിൾസ് പൊതുവേ നല്ല സസ്പെൻഷൻ ക്വാളിറ്റിയുള്ള വെഹിക്കിൾസ് ആണെന്നാണ് നമ്മുടെ അറിവ്. അത് ഇപ്പോൾ അവരുടെ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള വെഹിക്കിളിൽ പോലും ഇത്രയും സസ്പെൻഷൻ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരുടെ ഹയർ എൻഡ് വെഹിക്കിളിൽ എന്തായിരിക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് റിയലി ഗുഡ്. ബ്രേക്കിംഗ് പെർഫോമൻസും കൊള്ളാം കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെയാണ്. റീജൻ അത്ര ഇൻട്രൂസീവ് അല്ല, ഒരു കുഴപ്പമില്ലാത്തൊരു റീജൻ, അത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഒരു എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ എഫക്റ്റേ ഉള്ളൂ, അല്ലാതെ കാര്യമായിട്ടുള്ളൊരു റീജൻ ബ്രേക്കിംഗ് ഒന്നും ടിപ്പിക്കൽ ഇലക്ട്രിക് വെഹിക്കിൾസിലുള്ള പോലെ ഒന്നും ഇല്ല. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇത് വണ്ടി ഓടിക്കുമ്പോൾ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു വൗ ഫീച്ചർ എന്ന് പറയാനായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റിയറിങ് നല്ല ഫീഡ്ബാക്ക് ഉള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് റോഡിൽ ചെറിയ തരിപ്പ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് കൊള്ളാം. പെഡലിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ കൊള്ളാം. AC നല്ല ചില്ലറാണ് കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയണം. നല്ല ഫ്രീസർ പോലെ ആകുന്നുണ്ട് മനുഷ്യൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ EC3Xൻ്റെ വീഡിയോ. EC3Xൻ്റെ എല്ലാ ആസ്പെക്ട്സും ഞാൻ കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വളരെ നല്ല വണ്ടിയാണ്, പക്ഷേ ഫോർ ദ പ്രൈസ് നല്ല വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് ഓൺ ഹു യു ആസ്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ. All new episode of it. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ.
അതിൻ്റെ ഈ ഏണിപ്പരിപാടി എപ്പോൾ കഴിയും? ഏണിപ്പരിപാടി ആണോ? എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷത? ഓക്കെ, ആർക്കാണ് ഈ വണ്ടി എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അയ്യോ,